ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. വാ. ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ ക്യാരറ്റും കസ്റ്റേർഡ് പൗഡറും നെയ്യും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 500 ml പശുവിൻ പാലുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം ഒരു ചെറിയ കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 500 ml പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 വിസിലെങ്കിലും അടിച്ചെടുക്കണം. എന്നാലേ ഇത് ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ വെന്ത് കാണും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ക്യാരറ്റും പാലും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് എടുക്കുകയാണ്. സുജാത മിക്സി ആയതുകൊണ്ട് ഇതുപോലെ വലിയ ജാറ് കിട്ടത്തുള്ളൂ. ചെറിയ ജാറിലെടുത്താലും മതിയാകും. ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ മിശ്രിതം ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചോ വല്ലതും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നല്ല കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിലല്ല വെക്കേണ്ടത്. അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫ്ലെയിം കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അതിനുശേഷം നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. കുറേ നേരം നമ്മൾ കൈവിടാതെ ഈ മിശ്രിതം ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഈ മിശ്രിതത്തിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ അത് കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കസ്റ്റേർഡ് പൗഡർ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പുഡിംഗ് മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിശ്രിതം വേഗം തയ്യാറാക്കാൻ പറ്റും. ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം വീണ്ടും പഴയ പ്രൊസീജിയർ തന്നെ തുടരണം. അടിയിലൊന്നും പറ്റിപ്പിടിക്കാത്ത വിധം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ കട്ട കെട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ ഈ മിശ്രിതം എടുത്തില്ലെങ്കിൽ പുഡിങ്ങും കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ പുഡിംഗ് മിശ്രിതമെല്ലാം നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ നമുക്കിനി ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഈ ഒരു മിശ്രിതം സെറ്റാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. സ്റ്റീൽ പ്ലേറ്റിലോ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലോ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു നോക്കി. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പം നമ്മുടെ കയ്യിലേക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ സെറ്റായെന്നാണ്. ഒരു സ്പാച്ചില വെച്ച് സൈഡൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് വേഗം ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പുഡിങ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് നല്ല അടിപൊളി പുഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് തന്നെ കണ്ടില്ലേ. കാണുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കറിയാൻ പറ്റും. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്